നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഒരു വലിയ മഹാപ്രളയം, മഹാമാരി കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മുടെ നാട്ടിൽ എല്ലാം ഭയങ്കര ചർച്ച. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശരിയല്ല, പ്രളയബാധിത മേഖല മുഖ്യമന്ത്രി സന്ദർശിച്ചിട്ടില്ല എന്നല്ലോ. എന്നാൽ ആ പരാതി ഇന്നേക്കങ്ങ് തീർന്നു. മുഖ്യമന്ത്രി എല്ലാവരെയും സന്ദർശിച്ചു, അവരുടെ അടുത്ത് നിന്ന് നിവേദനം വാങ്ങി, കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്. 4ാമത്തെ ദിവസമാണെങ്കിലും അദ്ദേഹം സന്ദർശിച്ചല്ലോ, വളരെ സന്തോഷം. പക്ഷേ ഇതിനു മുന്നേ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ പറയായിരുന്നു, പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു കഴിഞ്ഞ മുഖ്യമന്ത്രി പ്രളയത്തിൻ്റെ സമയത്ത് പട്ടിണി കിടക്കുക ചെയ്തത് എന്നുള്ളത്. പട്ടിണി കിടക്കുമെന്നല്ല, അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുകയാണ് ചെയ്തത്. ഏകോപിപ്പിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ബിരിയാണി കഴിച്ചതിന് നമുക്ക് കുറ്റമൊന്നുമില്ല. ഭക്ഷണം കഴിക്കണം, ആരോഗ്യം സംരക്ഷിക്കണം, കൃത്യമായി ഉറങ്ങണം. കാരണം നിങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ദീർഘായുസ് ഉണ്ടാകണം, ദീർഘകാലം കേരളത്തെ ഭരിക്കണം എന്നാഗ്രഹിച്ച് ജനം 5 കൊല്ലത്തേക്കാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പക്ഷേ ഈ ബിരിയാണിയും ഒരുപാട് വിഭവങ്ങളൊക്കെ തിന്നുമ്പോൾ അത് വീഡിയോ എടുത്ത് പൊതുജനങ്ങളെ കാണിക്കുമ്പോൾ അത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്, അതാര് കാണിച്ചാലും. കാരണം മൂക്കറ്റം വെള്ളത്തിൽ മുങ്ങിയിട്ട് ജനങ്ങൾ വെപ്രാളപ്പെട്ട് അതിൻ്റെ അടുത്ത് ഒരു 25 മിനിറ്റ് സഞ്ചരിച്ചാൽ എത്താവുന്ന ഒരു 2 വയസ്സുകാരിയായ കുട്ടി മരിച്ച വീടും, അതിന് കുറച്ചപ്പുറം ഒരു അരമണിക്കൂർ സഞ്ചരിച്ചാൽ എത്താവുന്ന ഒരു ചെറിയ കുട്ടി മരിച്ച വീടും ഉണ്ടായിരുന്നു. അവിടം വരെയൊക്കെ പോകാമായിരുന്നു ഒരു കാരണം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അഭിനയിക്കാൻ ജോറാണ്. അഭിനയിക്കാൻ നടൻ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് വി ഡി സതീശനും, നടി എന്നുള്ള നിലയിൽ ശ്രീമതി ടീച്ചർക്കും സംസ്ഥാന അവാർഡ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് തന്നെ ഓടിച്ചാടി അഭിനയിച്ച് അദ്ദേഹം ആ നിലയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ പറ്റിയത്. അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മാതൃകയാക്കേണ്ടതാണ്. അപ്പോൾ അതിൽ പറഞ്ഞു വന്നത്, അദ്ദേഹം വിരുന്ന് കഴിച്ചോ, നിങ്ങൾ സമയാസമയങ്ങളിൽ ചായ കുടിക്കണം, വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം. പക്ഷെ അത് ജനങ്ങൾ ഇവിടെ പട്ടിണി കടന്ന് വെള്ളത്തിൽ മുങ്ങി പ്രയാസപ്പെടുന്ന സമയത്ത് അതാരെയും പൊതുസമൂഹത്തിന് കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു. നമ്മളാരും അല്ല, മാധ്യമങ്ങളോ ഒന്നുമല്ല ഇത് കാണിച്ചത് നിങ്ങൾക്ക് ആഹാരം തന്ന ആൾ തന്നെ. ആരാണോ നിങ്ങൾക്ക് ഭക്ഷണം തന്നത് അവരെന്നെ അത് കാണിച്ചത്. പക്ഷേ അതിനെ പിന്നെ പല നിലയിൽ ന്യായീകരിക്കുന്നതുകൊണ്ടാണ്. മാത്രമല്ല, നിങ്ങൾ ഹെലികോപ്റ്റർ യാത്ര നടത്തിയത്, ഹെലികോപ്റ്ററിലൊക്കെ വന്ന് വിരുന്നുണ്ണേണ്ട അവസ്ഥ നിങ്ങളത് ഉപയോഗിച്ചത്. കഴിഞ്ഞ തവണ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ നിങ്ങൾ അതിനെതിരെ ആക്ഷേപം ഉന്നയിച്ച ആളാണ്. ഒരു കാലത്ത് നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചതിനെ പിന്നെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ഇതെല്ലാവരും കണക്കാ. അധികാരത്തിൻ്റെ സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് അതിൻ്റെ സുഖലോലിപതയിൽ അഭിരമിച്ച് അധികാര ശീതള ഛായയിൽ നിൽക്കുമ്പോൾ എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം ഉപയോഗിക്കും. അതിനൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല, അതെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. അത് അന്നത്തെ മുഖ്യമന്ത്രി ഉപയോഗിച്ചു, ഇന്നത്തെ മുഖ്യമന്ത്രി ഉപയോഗിച്ചു, പിന്നെ അന്ന് BJPയുടെ നേതാവായിട്ടുള്ള സുരേന്ദ്രൻ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് അങ്ങും ഇങ്ങും ഹെലികോപ്റ്ററിൽ പോയി. സ്വാഭാവികം തന്നെ, അതിൽ തെറ്റൊന്നും പറയില്ല. ആദ്യമൊന്ന് പറന്നു, കാലാവസ്ഥ ശരിയായതുകൊണ്ട് മടങ്ങി പറന്നു, പിന്നെയും പറന്നു. അപ്പോൾ ഇതിനൊന്നും നമ്മളാരും എതിരഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു വിമർശനം, ഇങ്ങനെ വിരുന്നുണ്ണതിനോ പട്ടിണി കിടക്കണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ചാണ്ടി ഉമ്മനൊക്കെ രക്ഷാകവചവും ധരിച്ചിട്ട് വെള്ളത്തിലൂടെ നീന്തി, അദ്ദേഹത്തിന് പനി വന്നതെന്തോ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെയൊന്നും പോകണ്ട. ദുരിതബാധിത സ്ഥലത്താണ് നിങ്ങൾ ഹെലികോപ്റ്ററിൽ പോയിരുന്നു എങ്കിൽ നിങ്ങൾ ആദ്യം ഉപയോഗിച്ചത് അവിടെ തുരങ്കപാത അപകടത്തിൽപ്പെട്ടപ്പോഴാണ്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ അത് അമ്മായിയപ്പനെ കാണാൻ വേണ്ടിയിട്ട്, അമ്മായിയപ്പനെ സന്ദർശിക്കാൻ ഹെലികോപ്റ്ററിൽ, അപ്പോൾ പറഞ്ഞാൽ അതൊരു നിക്ഷേപ സൗഹൃദം, ഒരു നിക്ഷേപത്തിനെ കാണാൻ വേണ്ടി പോയതാണെന്നും നിങ്ങളെ തേടി വരാതെ നിങ്ങൾ തേടിപ്പോകുന്ന ഏത് നിക്ഷേപകനാണ് ഈ കേരളത്തിൽ
അത്ര വലിയ നിക്ഷേപകൻ. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ മുഖ്യമന്ത്രി, നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അവർ നിങ്ങളെയാണ് വന്ന് കണ്ട, അത് അദാനി ആയാലും അംബാനി ആയാലും അതിനപ്പുറത്ത് ഏത് കൊലകൊമ്പനായാലും അവരുടെ സമയത്ത് പോയി കാണലല്ല. ആ നിക്ഷേപം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോകണം. പിന്നെ അമ്മായിയപ്പനെ കാണാൻ പോകുന്നത് നിക്ഷേപമാണോ, ഇനി പേഴ്സണലായിട്ട് കുടുംബകാര്യങ്ങളുടെ നിക്ഷേപമാണെന്നറിയില്ല. ഇനി നിക്ഷേപത്തിനാണ് പോയതെങ്കിൽ എന്ത് നിക്ഷേപത്തിന് ഏതിന് പോയി എന്ന് കേരളത്തിലെ ജനതയ്ക്ക് അറിയാനുണ്ട്. കാരണം നിങ്ങൾ കേരളത്തിൻ്റെ പൊതുസ്വത്താണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങളെ തിരഞ്ഞെടുത്ത ജനതയ്ക്കും ആ ജനതയുടെ നികുതി പണവും ആ സൗകര്യവും ഉപയോഗിച്ച് നിങ്ങൾ ഈ ഭരണം നടത്തുമ്പോൾ എന്ത് നിക്ഷേപത്തിന് പോയി, വിവരാവകാശ നിയമമുള്ള ഈ നാട്ടിൽ നിങ്ങൾ ഏത് നിക്ഷേപത്തിനാണ് പോയതെന്ന് ഈ നാടറിയണം. ഇലക്ഷൻ്റെ വോട്ടെണ്ണുന്നതിന് മുന്നേ നിങ്ങൾ ചാറ്റയുടെ ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് പോയി, അതും രഹസ്യം, ഇതും രഹസ്യം. എന്തിനാ ഈ ദുരൂഹത, എന്തിനാ ഈ രഹസ്യം? നിങ്ങൾ തുറന്ന പുസ്തകമല്ലേ? അപ്പോൾ അത് സംശയത്തിനിടയാക്കി നിങ്ങളുടെ ഒരുപാട് നല്ല കാര്യങ്ങളെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണത്. അപ്പോൾ അതുകൊണ്ട് നിക്ഷേപ സൗഹൃദമാക്കാൻ നിക്ഷേപകരെ കൊണ്ടുവരാൻ വേണ്ടി പോയതാണെങ്കിൽ എന്ത് നിക്ഷേപം, എന്തിനു വേണ്ടി? കള്ളാണോ അതോ അല്ല മറ്റെന്തെങ്കിലുമാണോ, വീരം കുറഞ്ഞ മദ്യമാണോ, വേറെ എന്തോ നിക്ഷേപമായിക്കോട്ടെ, അത് അറിയാൻ ഇവിടുത്തെ കേരള ജനതയായ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അർഹതയുണ്ട്. അല്ലാണ്ട് അമ്മായിയപ്പനെ കാണാൻ പോകുന്ന നിക്ഷേപമാണെങ്കിൽ അതിന് നമ്മുടെ നാട്ടിൽ നിക്ഷേപമെന്നല്ല, അമ്മായി അച്ഛൻ അല്ലെങ്കിൽ ഭാര്യ പിതാവ് എന്നുള്ള നിലയിൽ സന്ദർശനം എന്നങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ അത് പിന്നെ നിങ്ങളുടെ പത്രസമ്മേളനം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും സംശയിക്കുന്നില്ല. കാരണം ആ നിലയിലേക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാനുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അംഗീകരിക്കാൻ പറ്റാതാണ്. എന്ത് നിക്ഷേപമാണ് എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം ഈ കേരളത്തിലെ ജനതയ്ക്ക്, എനിക്കും എന്നെ കേൾക്കുന്നവർക്കുമുണ്ട്.